ഫോറിൻ ട്രേഡ് ഇവിടെ നിന്നാട്ടോ ഏറ്റവും കൂടുതൽ PSC ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഫോറിൻ ട്രേഡും ഈ ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന കൺസെപ്റ്റിൽ നിന്നാണ്. 5-6 ക്വസ്റ്റ്യൻസ് നമുക്കെല്ലാം ഇന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താ ഫോറിൻ ട്രേഡ് എന്ന് വെച്ചാൽ എന്താണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡിനെയാണ് ഫോറിൻ ട്രേഡ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ട്രേഡ്. വേറൊരു വേർഡാണ് നമ്മൾ പറയുന്നത്. ഫോറിൻ ട്രേഡിന് വേറൊരു പേരും കൂടി പറയും, എക്സ്റ്റേണൽ ട്രേഡ്. നമ്മൾ ഇന്ത്യക്കകത്ത് ചെയ്യുന്ന ട്രേഡിനെ നമ്മൾ ഡൊമസ്റ്റിക് ട്രേഡ് എന്നോ അല്ലെങ്കിൽ ഇന്റേണൽ ട്രേഡ് എന്നേ പറയുള്ളൂ. ഒരു രാജ്യം മറ്റൊരു രാജ്യമായിട്ട് ട്രേഡ് ചെയ്യുമ്പോഴാണ് നമ്മളത് ഫോറിൻ ട്രേഡ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ അന്ന് ബ്രിട്ടൻ ഇന്ത്യയെ ഭരിച്ചപ്പോൾ ഉണ്ടായ ഫോറിൻ ട്രേഡിൽ നിന്നുണ്ടായ ഇമ്പാക്ട് എന്താണ്? നമ്മുടെ വെൽത്ത് മുഴുവൻ ഡ്രെയിൻ ആയിപ്പോയി എന്ന് വെച്ചാൽ നമ്മൾ ഡ്രെയിനേജ് എന്ന് പറയാറില്ലേ, ഒഴുകിപ്പോയി എന്ന് പറയില്ലേ, നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാറില്ലേ, അങ്ങനെ നമ്മുടെ വെൽത്ത് ഒഴുകിപ്പോയി. എങ്ങോട്ടേക്ക്? ബ്രിട്ടനിലോട്ട്. നമ്മുടെ വെൽത്ത് മൊത്തം ബ്രിട്ടൻ അടിച്ചുകൊണ്ടുപോയി. അത് ഈ അത് ബ്രിട്ടൻ ഫോളോ ചെയ്ത ഫോറിൻ ട്രേഡ് പോളിസി കാരണമാണ്. എന്ത് ഫോറിൻ? ഓൾറെഡി ഞാൻ പറഞ്ഞു. എന്താ അവര് ചെയ്തത്? അവര് ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട്സ് ഇന്ത്യയിലോട്ട് ഫ്രീ ഇമ്പോർട്ട് ചെയ്തു. ഡ്യൂട്ടി ഒന്നും ഇല്ലാത്ത, കസ്റ്റംസ് ഡ്യൂട്ടി ഒന്നും ഇല്ലാത്ത ഇമ്പോർട്ട്. എന്താണ്? ഫിനിഷ്ഡ് ഗുഡ്സ്. ഫൈനൽ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ത് ചെയ്തു? അവർ ഇമ്പോർട്ട് ചെയ്തു. ഇനി ഇന്ത്യക്കാർ പ്രൊഡ്യൂസ് ചെയ്ത ഫിനിഷ്ഡ് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യാൻ നോക്കിയപ്പോ, ഫിനിഷ്ഡ് ഗുഡ്സിനെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോ അതിനെ ഹെവി എക്സ്പോർട്ട് ഡ്യൂട്ടി ചുമത്തി എന്ത് ചെയ്തു? ഫിനിഷ്ഡ് പ്രോഡക്ട്സിനെ എക്സ്പോർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ഫിനിഷ്ഡ് ഇമ്പോർട്ട്സ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ്. ഇനി എക്സ്പോർട്ട് അനുവദിച്ചത് എന്തിനാണ്? എക്സ്പോർട്ട് അനുവദിച്ചത് ഫ്രീ ആയിട്ട് എക്സ്പോർട്ട് അനുവദിച്ചത് എവിടെയാണ്? റോ മെറ്റീരിയൽസിന് മാത്രമേ, അതായത് ബ്രിട്ടന് വേണ്ട റോ മെറ്റീരിയൽസ്, അവരുടെ പ്രൊഡക്ഷന് വേണ്ടി, ഇൻഡസ്ട്രിയൽ റവല്യൂഷന് വേണ്ട ഇൻപുട്സ്, കോട്ടൺ, അതുപോലെ തന്നെ സിൽക്ക്, അങ്ങനത്തെ സാധനങ്ങൾ മാത്രം എന്ത് ചെയ്തോളൂ? റോ മെറ്റീരിയൽ, അവർക്ക് വേണ്ട സാധനം നമ്മൾ എന്ത് ചെയ്തു? ബ്രിട്ടൻ എന്ത് ചെയ്തു? ഫ്രീ ആയിട്ട് സമ്മതിച്ചു, എക്സ്പോർട്ട് സമ്മതിച്ചു. എന്നാൽ കംപ്ലീറ്റ് ചെയ്ത പ്രോഡക്ട്സിനെ സമ്മതിച്ചുമില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി, അപ്പൊ നമ്മുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് മീൻസ് അവർക്ക് ഈ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അവരുടെ പ്രൈസും കുറവായിരുന്നു, അത് കുറച്ചും കൂടി ഫിനിഷ്ഡും ആയിരുന്നു. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ എല്ലാ മേജർ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി, കോട്ടേജ് ഇൻഡസ്ട്രി എല്ലാം എന്തായി? തുടച്ച് നശിപ്പിച്ചു. ഓക്കെ, പിന്നെ എന്താ? ഇങ്ങോട്ട് ഫ്ലഡഡ് ചെയ്യാൻ തുടങ്ങി. ബ്രിട്ടീഷ് ഗുഡ്സ് ഇന്ത്യയിലോട്ട് ഒരു കൺസ്യൂമർ മാർക്കറ്റ് പോലെ ഇന്ത്യയിലോട്ട് വരാൻ തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ റോ മെറ്റീരിയൽ നല്ലോണം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അന്നൊരു ഓപ്പൺ എക്കണോമി ആയിരുന്നു. അന്നത്തെ നമ്മളെ ഫോറിൻ ട്രേഡ് എന്ന് വെച്ചാൽ ഓപ്പൺ ആയിരുന്നു. എക്സ്പോർട്ട് സംഭവിക്കും, ഇമ്പോർട്ടും സംഭവിക്കും. പക്ഷെ ഇതെല്ലാം എന്താണ്? ബ്രിട്ടന് അനുകൂലമായ രീതിയിലായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് വരുന്നു. ഇപ്പൊ ഇമ്പോർട്ട് ഇന്ത്യയിലോട്ട് ചെയ്താൽ നമ്മൾ അതിന് പേയ്മെന്റ് നടത്തണം. ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്താൽ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്ത്യയിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്യാണല്ലോ. ഇന്ത്യയിൽ നിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാണല്ലോ. അപ്പൊ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ബ്രിട്ടൻ എന്ത് ചെയ്യണം? ഇന്ത്യയിലോട്ട് അതിന്റെ പേയ്മെന്റ് കൊടുക്കണമല്ലോ. ബ്രിട്ടൻ എന്ത് ചെയ്യണം? ഇന്ത്യക്ക് പേയ്മെന്റ് കൊടുക്കണം. പക്ഷെ ഈ പേയ്മെന്റ് ബ്രിട്ടൻ കൊടുത്തിരുന്നില്ല. ഈ പേയ്മെന്റ്, അപ്പൊ സാധാരണ പേയ്മെന്റ് ഫോറിൻ കറൻസിയിലോ അല്ലെങ്കിൽ സ്വർണത്തിലോ എന്തിലൊക്കെ ആയിരിക്കണം ചെയ്യേണ്ടത്. ഈ പേയ്മെന്റിന് ബ്രിട്ടൻ എന്താ ചെയ്തതെന്ന് വെച്ചാല്, ബ്രിട്ടൻ പറഞ്ഞു എന്താണ്? എനിക്ക് ഇന്ത്യ കുറെ കടങ്ങൾ തരാനുണ്ട്, കുറെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് മോഡേൺ ഹിസ്റ്ററിയിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? ഹോം ചാർജസ് എന്ന് പറയും. ഹോം ചാർജസ് കൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അത് PSCക്ക് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഹോം ചാർജ്? മോഡേൺ ഹിസ്റ്ററിയിൽ പഠിച്ചതാണ്. എന്ന് വെച്ചാല് ഇന്ത്യക്ക് ചുമതലയുള്ള സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ്, അപ്പം അയാളിൽ നിന്ന് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഓരോ എക്സ്പെൻസസ്, അതായത് ഇന്ത്യയിൽ ജോലി ചെയ്ത ബ്രിട്ടീഷ് സിവിൽ സർവന്റും ബ്രിട്ടീഷ് ആർമി ഓഫീസറിന്റെ അവരുടെ പെൻഷൻ, അവർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ്, അതേപോലെ തന്നെ ബ്രിട്ടൻ യുദ്ധത്തിന് പോകുമ്പോൾ, ഇന്ത്യക്കാരെ കൊണ്ട് യുദ്ധത്തിന് പോകുമ്പോൾ അതായത് അവര് അഫ്ഗാനിൽ വാർ ചെയ്തു, ബർമയിൽ വാർ ചെയ്തു, ആ വാറിന്റെ എക്സ്പെൻസസ് എല്ലാം ഇവര് മീറ്റ് ചെയ്തത് ഇന്ത്യയിൽ നിന്നുള്ളായിരുന്നു. അപ്പൊ ആ പേയ്മെന്റ്സ് ഒക്കെ പേര് പറഞ്ഞ്
ആ പേയ്മെന്റ്സിന്റെ പേര് പറഞ്ഞ് ഇതൊക്കെ ഇന്ത്യ എനിക്ക് തരാനുണ്ടെന്ന് ബ്രിട്ടൻ പറഞ്ഞ് എന്ത് ചെയ്തു, ഈ ഹോം ചാർജസിന്റെ പേരിൽ പേയ്മെന്റ് ഒന്നും കൊടുത്തില്ല. അപ്പൊ ശരിക്കും പറഞ്ഞ നമ്മുടെ വെൽത്ത്, നമ്മുടെ എല്ലാ റോ മെറ്റീരിയൽസും ബ്രിട്ടനിലോട്ട് പോകുന്നുണ്ട്. റിട്ടേൺ ആയിട്ട് ഒന്നും വരുന്നില്ല, ഒരു പൈസയും വരുന്നില്ല. അതെല്ലാം ഇത് എനിക്ക് കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് എഴുതി തള്ളുകയാണ്, അല്ലെങ്കിൽ ആ കണക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് ദാദാബായ് നവറോജി, ഫ്രീഡം ഫൈറ്റർ ആണ്, പുള്ളി പറഞ്ഞത് ഇവിടെ നടക്കുന്നത് ഡ്രെയിൻ ഓഫ് വെൽത്ത് ആണ്. പുള്ളിയുടെ ഫേമസ് ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി അല്ലെങ്കിൽ ഡ്രെയിൻ തിയറിനെ ബേസ് ചെയ്തിട്ടാണ് PSC ഏറ്റവും കൂടുതൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനെ ബേസ് ചെയ്തിട്ട് പുള്ളി എഴുതിയ ഒരു പുസ്തകം, ആ പുസ്തകത്തെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്, പുള്ളിയുടെ തിയറിയെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആണ് ഏറ്റവും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഈ പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ടോപ്പിക് ആണെന്ത് ഇത്. ഓക്കെ, അപ്പൊ അതൊന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പം നമ്മൾ ആകെ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, അപ്പൊ നമ്മൾ ബ്രിട്ടൻ ചെയ്തിരുന്നത് എന്താണ്, ട്രേഡ് പോളിസിയുടെ ഭാഗമായിട്ട് പ്രൈമറി പ്രോഡക്ട്സ് മാത്രമേ എക്സ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ. അപ്പൊ നമ്മളൊരു റോ മെറ്റീരിയൽസിന്റെ നെറ്റ് എക്സ്പോർട്ടർ ആയിരുന്നു, പിന്നെ ഫിനിഷ്ഡ് കൺസ്യൂമർ ഗുഡ്സിന്റെ ഇമ്പോർട്ടർ ആയിരുന്നു. കൺസ്യൂമർ ഗുഡ്സ് മാത്രമല്ല, അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ലൈറ്റ് മെഷീനറി, ബ്രിട്ടൻ ആവശ്യമുള്ള ലൈറ്റ് മെഷീനറി, നോട്ട് ഹെവി മെഷീനറി. ഓക്കെ, അപ്പോ അങ്ങനെയായിരുന്നു നമ്മുടെ പ്രൈമറി പ്രോഡക്ട്സിന്റെ എക്സ്പോർട്ടിന്റെ അവസ്ഥ. ഇനി ബ്രിട്ടന് ഒരു മോണോപ്പോളി ഉണ്ടായിരുന്നു, മീൻസ് ബ്രിട്ടൻ ആണ് എല്ലാം. ഇന്ത്യന്റെ എക്സ്പോർട്ടിനെയും ഇമ്പോർട്ടിനെയും നിയന്ത്രിച്ചിരുന്നത് ബ്രിട്ടൻ ആയിരുന്നു. കാരണം ബ്രിട്ടൻ ഇന്ത്യ ഭരിക്കുന്നതുകൊണ്ട്, ബ്രിട്ടന്റെ കോളനി ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് എന്ത് എക്സ്പോർട്ട് ചെയ്യണം, എന്ത് ഇമ്പോർട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിച്ചിരുന്നത്. അതാണ് മോണോപ്പൊളി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോ ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിന്റെ ഹാഫ് ഓഫ് ദി ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് ആരുമായിട്ടായിരുന്നു, ബ്രിട്ടനുമായിട്ടായിരുന്നു. വളരെ കുറച്ച് മാത്രമേ മറ്റു രാജ്യങ്ങളായിട്ട്, ചൈന, പണ്ടത്തെ സിലോൺ ഇന്നത്തെ ശ്രീലങ്ക, അല്ലെങ്കിൽ പണ്ടത്തെ പേർഷ്യ ഇന്നത്തെ ഇറാൻ, അങ്ങനെ കുറച്ച് രാജ്യങ്ങളായിട്ട് ബ്രിട്ടൻ അനുവദിച്ചിരുന്നു. ബട്ട് 50% മേലെ ട്രേഡ് ബ്രിട്ടനോട് മാത്രമാണ്. അപ്പൊ ആരോട് ഇന്ത്യയിലെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഇന്ത്യ ആരായിട്ട് ട്രേഡ് ചെയ്യണമെന്ന് വരെ തീരുമാനിച്ചിരുന്നത് ആരായിരുന്നു, ബ്രിട്ടൻ ആയിരുന്നു. അതിൽ തന്നെ നമുക്കറിയാം സൂയസ് കനാൽ, ഓക്കെ, 1869. അപ്പൊ സൂയസ് കനാൽ ഓപ്പൺ ചെയ്തോടുകൂടി ബ്രിട്ടനിലോട്ട് ഇന്ത്യൻ പ്രോഡക്ട്സ് സെൻഡ് ചെയ്യാനും ബ്രിട്ടനിലോട്ട് ഇങ്ങോട്ടേക്ക് വരാനുള്ള യാത്ര, മീൻസ് ഭയങ്കരമായിട്ട് ടൈം ഒരുപാട് ലാഭിച്ചു, ഡിസ്റ്റൻസ് ഒരുപാട് സേവ് ചെയ്തു. അപ്പൊ സൂയസ് കനാൽ ഈ വർഷം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. വേൾഡ് ഹിസ്റ്ററി ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. 1869 ഇത് വേൾഡ് ഹിസ്റ്ററി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. 1869 ആണ് സൂയസ് കനാൽ ഓപ്പൺ ചെയ്യുന്നത്. ഈ ഇമേജിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഫിഗർ ഒന്ന് നോക്കിയാൽ മതി. ഈ പിക്ചർ നിങ്ങൾ ഒന്ന് നല്ലോണം മനസ്സിലാക്കിയപ്പോ ഈ കാണുന്നത് പണ്ട് ഇവിടെയാണ് സൂയസ് കനാൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബ്രിട്ടൻ ഇരിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ബ്രിട്ടന് ട്രാവൽ ഇന്ത്യയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറങ്ങി വരണമായിരുന്നു. അപ്പൊ പറയുന്ന കണക്ക് വെച്ചാൽ ഒരുപാട് ടൈം എടുക്കുമായിരുന്നു ഇന്ത്യയിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അത് എന്തായി മാറി, 3 മുതൽ 5 മാസം വരെ ടൈം എടുക്കുമായിരുന്നു. 3 മുതൽ 5 മാസം വരെ ടൈം എടുക്കുമായിരുന്നു. ഈ സൂയസ് കനാൽ ഓപ്പൺ ചെയ്തോടുകൂടി ബ്രിട്ടന്റെ പ്രോഡക്റ്റ് ഇങ്ങനെ കയറി മെഡിറ്ററേനിയൻ സീ കയറി സൂയസ് കനാലിൽ കയറി ഇപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വഴി ഇന്ത്യയിലെത്തുമായിരുന്നു. അപ്പൊ 3 മുതൽ 5 മാസം ട്രേഡ് ടൈം എടുത്തിരുന്നത് 3 മുതൽ 5 വീക്കായി മാറി. അപ്പൊ 1869 കൂടി സൂയസ് കനാൽ ഓപ്പൺ ചെയ്തോടുകൂടി ബ്രിട്ടന് കൂടുതൽ സാധനങ്ങൾ സെൻഡ് ചെയ്യാനും, അപ്പൊ അത് വീണ്ടും ട്രേഡിന്റെ ഷെയർ കൂടി. അപ്പൊ ഈ ഒരു കാര്യവും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ മെറ്റീരിയൽ കിട്ടിക്കഴിയുമ്പോൾ അവിടെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ഒന്ന് എഴുതി വെക്കണം. ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്നാണ്. അപ്പൊ ഈ ഒരു തിയറി, ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി പ്രൊപ്പോസ് ചെയ്ത വ്യക്തിയാണ് ഇന്ത്യൻ ഫ്രീഡം ഫൈറ്ററും നാഷണലിസ്റ്റും ആയ ദാദാബായ് നവറോജി. ഇതിനെക്കുറിച്ച് പുള്ളി എഴുതിയൊരു പുസ്തകമുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 1901 പുള്ളി എഴുതിയ പുസ്തകത്തിന്റെ പേരാണ്, ഈ തിയറി മെൻഷൻ ചെയ്ത പുസ്തകത്തിന്റെ പേരാണ് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പൊ ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ കാണിച്ചത് അതായത് ബ്രിട്ടീഷേഴ്സിന് ഒരു
ഒരു കൾച്ചർ ഉണ്ട്, അവരുടെ ഒരു സ്റ്റൈൽ ഉണ്ട്. അതേപോലെ ഒന്നും അല്ല ബ്രിട്ടൻ ഇന്ത്യ ഭരിച്ചത് എന്നാണ് പുള്ളി ഈ ഇതിലൂടെ. അപ്പൊ ഈ ബ്രിട്ടീഷേഴ്സിന്റെ ഈ പോളിസി കാരണം, ഈ പറയുന്ന റെസ്ട്രിക്റ്റീവ് ട്രേഡ് പോളിസീസ് കാരണം ഇന്ത്യയിലെ ഇൻഡസ്ട്രീസിന്റെ ഡീ ഇൻഡസ്ട്രിയലൈസേഷനും അതിൽ നിന്ന് അൺഎംപ്ലോയ്മെന്റും അതിൽ നിന്ന് പോവർട്ടി കൂടി എന്നുമാണ് ഈ പുസ്തകം പറയുന്നത്. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇത് PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാരാണ് ഈ പുസ്തകം എഴുതിയെന്നുള്ളത് PSC ചോദിച്ചിട്ടുണ്ട്, നമുക്ക് കാണാം. പിന്നെ ഈ തിയറി പ്രപ്പോസ് ചെയ്തതും ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 5 or 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 2-3 ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ട്. ആരാണ്, എന്താ ഈ തിയറി പറയുന്നത് എന്താണ്? എന്താ ഈ തിയറി പറയുന്നത്? തിയറി പറയുന്നത് ബ്രിട്ടൻ സിസ്റ്റമാറ്റിക്കലി ഇന്ത്യയുടെ വെൽത്ത് ഡ്രെയിൻ ചെയ്തു. എങ്ങനെ? ത്രൂ അൺറിക്വിറ്റഡ് ട്രാൻസ്ഫർ. എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തു. എന്താണ്? നമ്മള് റോ മെറ്റീരിയൽ എക്സ്പോർട്ട് ചെയ്യും. ആ എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ പേയ്മെന്റ് നമുക്ക് കിട്ടിയിരുന്നില്ല. അതിന് ബ്രിട്ടൻ കുറെ കാരണങ്ങൾ പറഞ്ഞു. എന്താണ്? ഇന്ന ചാർജസ് വഴി. എന്ത് കാരണങ്ങളാണ് പറഞ്ഞത്? ഹോം ചാർജസ്. അപ്പോ എക്സ്പോർട്ട് ചെയ്തതിന് റിട്ടേൺ ആയിട്ട് ഇന്ത്യക്ക് അപ്പൊ വെറുതെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം, തിരിച്ചൊന്നും കിട്ടാതെ വരുമ്പോൾ നമ്മുടെ വെൽത്ത് ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കാനല്ലേ, ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കാനല്ലേ. അപ്പോ ബ്രിട്ടൻ ഫോളോ ചെയ്ത 2 പോളിസീസ് നമുക്ക് ഡ്രെയിൻ ഓഫ് വെൽത്ത് ഉണ്ടായി. ഒന്ന്, നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ അനുവദിച്ചിരുന്നത് റോ മെറ്റീരിയൽസ് മാത്രമായിരുന്നു. ഫിനിഷ്ഡ് പ്രോഡക്ട്സിനെ എക്സ്പോർട്ട് ചെയ്യാൻ അനുവദിച്ചില്ല. ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനിഷ് പ്രോഡക്ട്സിനെ അനുവദിച്ചു താനും. ഓക്കെ, അപ്പൊ ആ പോളിസീസ്, അവരുടെ എക്സ്പോർട്ട് പോളിസീസ്, അവരുടെ ഇമ്പോർട്ട് പോളിസീസ്, ഇനി നമ്മൾ എക്സ്പോർട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിട്ടേൺ അതൊന്നും കിട്ടിയിരുന്നില്ല, പൈസ ആയിട്ട് ഒന്നും കിട്ടിയിരുന്നില്ല. അതെല്ലാം ഹോം ചാർജസിന്റെ പേരിൽ എന്ത് ചെയ്ത് ബ്രിട്ടൻ എഴുതി തള്ളി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ആണ് ഈ തിയറിനെയാണ്, അതാണ് ഈ അൺറിക്വറ്റഡ് ട്രാൻസ്ഫർ. നമ്മൾ ഒരു സാധനം ട്രാൻസ്ഫർ ചെയ്താൽ നമുക്ക് തിരിച്ചെന്തെങ്കിലും കിട്ടണം, ഇവിടെ അത് കിട്ടിയിരുന്നില്ല. അപ്പൊ അതാണ് ബേസിക്കലി ഈ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി ഹോം ചാർജ് PSCക്ക് ചോദിച്ചത് കൊണ്ടും ഇത് വേണമെങ്കിൽ മോഡേൺ ഹിസ്റ്ററിയിലും ചോദിക്കാം. എന്താണ് ഹോം ചാർജസ് എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ബേസിക്കലി ഹോം ചാർജസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഗവൺമെന്റ്, ഇന്ത്യയിലുള്ള ഗവൺമെന്റ്, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ്, ഇന്ത്യ ഭരിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ്, നമുക്കറിയാം വൈസ്രോയി, 1850 വൈസ്രോയി അല്ലെ, ആ ഗവൺമെന്റ് എന്ത് ചെയ്യണം? ലണ്ടനിലുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റിന് അയച്ചു കൊടുക്കുന്ന പേയ്മെന്റിനെയാണ്, അതായത് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റ് ബ്രിട്ടനിലിരിക്കുന്ന ഗവൺമെന്റിന് അയച്ചു കൊടുക്കുന്ന പേയ്മെന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹോം ചാർജസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഹോം ചാർജസ്? ഹോം ചാർജസ് എന്താണ്? അതാണ് ഇന്ത്യയുടെ ഏറ്റവും എന്താണെന്ന് പറയാം. ഓരോന്നായിട്ട് ഇത് പഠിച്ചു വെച്ചോ. ഈ മെറ്റീരിയൽ ഉണ്ട്. ഒന്ന് മേജർ കമ്പോണൻസ്, ഒന്ന് അഡ്മിനിസ്ട്രേഷൻ. ഹോം ചാർജസിന്റെ മേജർ എക്സ്പെൻസസ്, അതായത് ലണ്ടനിലുള്ള ഇന്ത്യൻ ഓഫീസസിന്റെ മെയിൻ്റെനൻസ്. അവിടെയാണ് നമ്മുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇരിക്കുന്നത്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്. അപ്പോ വൈസ്രോയ്ക്ക് മുകളിലായിട്ട് ഒരാളുണ്ട് ബ്രിട്ടീഷ് ക്യാബിനറ്റിൽ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പുള്ളിന്റെ ലണ്ടൻ ഓഫീസിലെ പുള്ളിയുടെ സാലറിയും പുള്ളിന്റെ ഓഫീസിന്റെ സാലറി ഒക്കെ നമ്മൾ കൊടുത്തിരുന്നത് ഈ ഹോം ചാർജസ് എന്നാണ്. അപ്പൊ നമുക്ക് കിട്ടേണ്ട പൈസ ഒക്കെ ഇതിന്റെ പേരും പറഞ്ഞ് എന്ത് ചെയ്യാണ്? അതിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് പെൻഷനും സാലറീസ് ഒക്കെ. അപ്പോ ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് സിവിൽ ആൻഡ് മിലിറ്ററി ഓഫീഷ്യൽസിന്റെ പെൻഷനും സാലറി എല്ലാം കൊടുത്തിരുന്നത് ഈ ഹോം ചാർജസിൽ നിന്നാണ്. അപ്പൊ അതും കുറച്ചു. പിന്നെ ഡെപ്റ്റ് ഇൻട്രസ്റ്റ്. ഇന്ത്യയില് ബ്രിട്ടൻ നമ്മൾ പലരും പറയാറുണ്ട് ഇന്ത്യൻ റെയിൽവേ പണിതത് ആകെ ബ്രിട്ടന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല, അതിനുള്ള ഇൻട്രസ്റ്റ് വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട് മൊത്തം തുടച്ച് വാർത്തിട്ടാണ് നമ്മുടെ എല്ലാ റിസോഴ്സസും കൊണ്ടുപോയെന്ന് മാത്രമല്ല നമ്മുടെ എല്ലാ ഇൻഡസ്ട്രീസിനെയും അഗ്രികൾച്ചർ നശിപ്പിച്ചിട്ടാണ് അവന്മാര് പോയിട്ടുള്ളത്. അങ്ങനെ ചില്ലറക്കാരൊന്നും അല്ല. അപ്പൊ ഒന്നും അവർ ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അപ്പോ ഈ റെയിൽവേ, അതായത് ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ബ്രിട്ടീഷ് ഇൻവെസ്റ്റേഴ്സിന്റെ ലോണിന്റെ ഇൻട്രസ്റ്റ് വരെ നമ്മൾ പേ ചെയ്തിരുന്നത് നമ്മുടെ ഹോം ചാർജസ് എന്നാണ്. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ PSC ചോദിക്കാം, എന്തൊക്കെ പെടും ഹോം ചാർജസിൽ? ഫൈനലി മിലിറ്ററി കോസ്റ്റ്. അഫ്ഗാനിലും ബർമയിലും ഇന്ത്യൻ ട്രൂപ്സ് വെച്ചിട്ട് യുദ്ധം നടത്തിയ അതിന്റെ കോസ്റ്റ് വരെയും നമ്മൾ ഇതിൽ നിന്നാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഹോം ചാർജസിന്റെ പേരിൽ, അപ്പൊ ഹോം ചാർജസ് ഈ എക്സ്പെൻസസ് ഒക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത നമ്മുടെ പ്രോഡക്റ്റിന് റിട്ടേൺ ആയിട്ട് പൈസ തരുന്നതിന് പകരം ഈ എക്സ്പെൻസസിന്റെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹോം ചാർജസ് ആണെന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ഒന്നും കിട്ടിയില്ല. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തിയറി വന്നത്, ഡ്രെയിൻ തിയറി ഓഫ് വെൽത്ത് എന്ന് വന്നത്.
ഇത് 2024 ചോദിച്ച നല്ലൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ചോയ്സിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാം. ഇത് PSC ചോദിച്ച ചോദ്യമാണ്. സ്റ്റേറ്റ്മെന്റിലൊന്നും ഞാൻ മാറ്റം വരുത്തിയില്ല, ചോയ്സിൽ ഒരു തെറ്റുണ്ടായത് അത് ഞാൻ കറക്റ്റ് ചെയ്തു. ഇതൊന്ന് ആൻസർ ചെയ്ത് നോക്കി. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊന്ന് 4 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ സ്റ്റേറ്റ്മെന്റ് വായിച്ച് അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അത് ചോയ്സ് എലിമിനേറ്റ് ചെയ്ത് നിങ്ങൾ ഇത് ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ. എന്താ ആൻസർ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ഹെവി ഇൻഡസ്ട്രീസിനെ ഇമ്പോർട്ട് ചെയ്യാൻ നമ്മൾ സമ്മതിച്ചിരുന്നോ? ഇല്ല. ഹെവി ഇൻഡസ്ട്രീസിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ നമ്മൾ സമ്മതിച്ച ബ്രിട്ടൻ അനുവദിച്ചിരുന്നു. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ നമുക്ക് ചോയ്സ് ബി എലിമിനേറ്റ് ചെയ്യാം. ഇന്ത്യ ഹോം ചാർജസ് ഇംഗ്ലണ്ടിന് കൊടുത്തിരുന്നു, അത് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പകുതി ശരിയാണ്. ഇന്ത്യയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയാണോ ഇത് കൊടുത്തത്? ഇല്ല, ഇന്ത്യന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയല്ല. ഹോം ചാർജസ് കൊടുത്തിരുന്നു, ബട്ട് നോട്ട് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റിയപ്പോൾ നമുക്ക് ചോയ്സ് സിയും എലിമിനേറ്റ് ചെയ്യാം, ചോയ്സ് ഡിയും എലിമിനേറ്റ് ചെയ്യാം. ആൻസർ കിട്ടിയോ? അപ്പൊ 4 സ്റ്റേറ്റ്മെന്റിൽ 2 സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടി. എന്താ ആൻസർ? സി, സോറി എ. ആൻസർ എന്താണ്? എ 3 and 4. ആൻസർ എന്താണ്? എ 3 and 4. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റും ഫോർത്ത് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്താണ്. റോ മെറ്റീരിയൽസിനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്തു. അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഇന്ത്യയുടെ ലാർജ് പോർഷൻ എന്ത് ചെയ്തു? അവരുടെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്തു, ഇന്ത്യക്ക് വേണ്ടിയല്ല. അപ്പം 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. എ ആണ് ആൻസർ. 3 and 4 ശരിയാണ്. ഇത് 2024 PSC ചോദിച്ച ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയേ. 2 ആൻസർ ചെയ്ത് നോക്കിയേ. രണ്ടാമത്തെ ഈസിയാണ്. ആദ്യത്തെ ഒന്ന് നോക്കിയേ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ വളരെ എളുപ്പമാണ്. എന്താണ്? നിങ്ങൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇന്ത്യ മാനുഫാക്ചേർഡ് ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് ഇന്ത്യ മാനുഫാക്ചർ ചെയ്തോ? ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് എവിടെയാ മാനുഫാക്ചർ ചെയ്തത്? ബ്രിട്ടനിൽ മാത്രമാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് അല്ലേ? ഞാൻ എന്താ പറയുക, ഇൻഡസ്ട്രിയലൈസേഷൻ പഠിച്ചപ്പോൾ ഇൻഡസ്ട്രിയൽ പോളിസിന്റെ പ്രത്യേകത എന്താണ്? ക്യാപിറ്റൽ ഇൻഡസ്ട്രീസ്, അതായത് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീന്റെ നിയർ ആബ്സെൻസ് ആണ്. ദർ ഇസ് നോ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ. ആകെ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് ടിസ്കോ മാത്രമാണ്. അപ്പോ ഇന്ത്യ മാനുഫാക്ചർഡ് ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് എന്ന് പറയുന്നത് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ നമുക്ക് എ എലിമിനേറ്റ് ചെയ്യാം, ബി എലിമിനേറ്റ് ചെയ്യാം, ഡിയും എലിമിനേറ്റ് ചെയ്യാം. ആൻസർ കിട്ടിയോ?
ഒരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. നമുക്കറിയാം. അപ്പൊ ഇനി നോക്കാം. അപ്പൊ ആൻസർ കിട്ടി, 1ഉം 3ഉം ആണ് ആൻസർ എന്ന് കിട്ടി. 1 സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റിയെന്ന് മനസ്സിലായി. ഇനി അപ്പൊ 1 എന്താണ് പറയുന്നത്? ഇന്ത്യ ഇന്റഗ്രേറ്റഡ് ആണ്. സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാം തീരുമാനിച്ചിരുന്ന ബ്രിട്ടൻ ആയിരുന്നു. ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് പോളിസി ബ്രിട്ടനാണ് തീരുമാനിച്ചത്. ബ്രിട്ടന് ഗുണം ചെയ്യുന്ന മാത്രമാണ് സബോർഡിനേറ്റ്. ഈക്വൽ റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. ബ്രിട്ടനും ഇന്ത്യയും തമ്മിൽ ഈക്വൽ റിലേഷൻഷിപ്പ് ആയിരുന്നില്ല, സബോർഡിനേറ്റ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, അത് ഓൾറെഡി നമുക്ക് കിട്ടിയതാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കൊളോണിയൽ സ്റ്റേറ്റ് അപ്രോപ്രിയേറ്റഡ് ഓൾ ഓഫ് ഇന്ത്യയുടെ എല്ലാം അവർ അടിച്ചുകൊണ്ട് പോയി, അതാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത്, അതും ശരിയാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റ്? ഡ്യൂ ടു ദി കൊമേഴ്ഷ്യൽ, ഇന്ത്യയിൽ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഉണ്ടായി. അങ്ങനെ ഫാമിംഗ് ക്യാപിറ്റലിസ്റ്റ് ആയോ? ഇന്ത്യൻ ഫാമിംഗ് ക്യാപിറ്റലിസ്റ്റ് അല്ല. അതായത് ഫാം ചെയ്യുന്നവർ പണക്കാരാവുന്നു, ക്യാപിറ്റലിസ്റ്റ് ആവുന്നതിനാണ് ക്യാപിറ്റലിസ്റ്റ്. ഇന്ത്യൻ ഫാമേഴ്സ് പുവറായി. ആരാണ് ക്യാപിറ്റലിസ്റ്റ് ആയത്? ക്യാപിറ്റലിസ്റ്റ് ആവുമ്പോൾ ഫാമിന്റെ പ്രൊഡക്ടിവിറ്റി കൂടും, അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും, പ്രൊഡക്ടിവിറ്റി കൂടും, ഇൻകം ഓറിയന്റഡ് ആവും. ഇതൊന്നും അല്ല ചെയ്തത്. ഇതവിടെ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറിലൂടെ ഇന്ത്യയിലെ ഫാം പോവേർട്ടി കൂടുകയാണ് ചെയ്തത്. ഫെമൈനൊക്കെ വന്നപ്പോ ക്യാഷ് ക്രോപ്സിലോട്ടാണ് നമ്മൾ മാറിയത്. ഓക്കെ, അപ്പൊ ഇത് ബെനിഫിറ്റ് ചെയ്തത് ബ്രിട്ടനെയാണ്, അല്ലാണ്ട് ഫാമിംഗ് കമ്മ്യൂണിറ്റിയെ ആരും ബെനിഫിറ്റ് ചെയ്തില്ല. അപ്പൊ ഫാമിംഗ് ബിക്കേമിങ് ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത് തെറ്റായ വേർഡാണ്. അത് അറിഞ്ഞുകൂടെങ്കിൽ കൂടിയും, ഇപ്പൊ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് അറിഞ്ഞുകൂടെയും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട്. എന്താ എലിമിനേഷൻ മെത്തേഡ്? അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ് അപ്പൊ തന്നെ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് നോക്കിയിട്ട് ചോയ്സ് എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലെത്തുക. അപ്പൊ ഇങ്ങനെ ചെയ്താൽ, അപ്പൊ ഞാൻ മുമ്പും ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും പറയുകയാണ്, എന്താണ് ഈ 3 സ്റ്റേറ്റ്മെന്റ് 4 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ പേടിക്കരുത്. എല്ലാ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പുള്ള, കാരണം ഇപ്പൊ ഇവിടൊക്കെ ഈ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ, ഈ ടേംസ് ഒക്കെ അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. ഈ ടേമിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോ കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ കൺസെപ്ച്വൽ ക്ലാരിറ്റി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ചോദിച്ചാലും നിങ്ങളോട് ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ ഓർത്തെടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരു ചോദ്യം നിങ്ങൾ ഒന്നും ഓർത്തെടുക്കണ്ട, നിങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇടയ്ക്ക് റിവൈസ് ചെയ്ത് ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അത് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറ്റും. ഓക്കെ, ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ല ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ ഒക്കെ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് ചോദ്യം. ഓക്കെ, ഡ്രെയിൻ തിയറി പ്രൊപ്പോസ് ചെയ്ത എക്സ്പേർട്ട് ആരാണ്? 2023 ചോദിച്ചതാണ്, ദാദാഭായ് നവറോജി. ഹൂ ഫോർമുലേറ്റഡ് ഡ്രെയിൻ തിയറി ആസ് ദി കോസ് ഓഫ് പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ ഇൻ ഇന്ത്യ? അത് സെയിം ആൾ തന്നെയാണ്, ദാദാഭായ് നവറോജി. പിന്നെ 2025 ചോദിച്ചു ഹൂ റോട്ട് ദ ബുക്ക്? ബുക്കിനെ കുറിച്ചാണ് ചോദിച്ചത്. ഹൂ റോട്ട് ദ ബുക്ക്? ഈ ബുക്കിന്റെ അകത്താണ് ദാദാഭായ് നവറോജി ഡ്രെയിൻ തിയറി പറഞ്ഞത്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ആരാണത്? ദാദാഭായ് നവറോജി. അപ്പൊ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ ഇട്ടില്ല, സെയിം ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തില്ല എന്നുള്ളൂ. അപ്പൊ ഇതൊരു ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ്, എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അപ്പൊ ദാദാഭായ് നവറോജി എഴുതിയ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യൻ എക്കണോമിയെ ബ്രിട്ടൻ എക്സ്പ്ലോയിറ്റ് ചെയ്തത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയ പുസ്തകമാണ് ഈ പുസ്തകവും ഇതിലെ തിയറിയും, ഡ്രെയിൻ ഓഫ് തിയറി എന്നുള്ളത്, ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി എന്നുള്ളതും.